ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സരിക FM ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. സമയം ഏകദേശം 9 മണി കഴിഞ്ഞിരുന്നു. പക്ഷേ ഞായറാഴ്ച ദിവസം, അതെനിക്കൊട്ടും വൈകിയ പ്രഭാതമല്ല. വലിയ ഓഫീസ് ഹാളിലെ ഇടുങ്ങിയ എൻ്റെ ആ ക്യാബിനകത്ത് ടേബിളിന് മുന്നിലായി ഒരു കമ്പ്യൂട്ടർ മോണിറ്ററുണ്ട്. 6 ദിവസം അതിനുള്ളിൽ കഴിച്ചുകൂടുന്ന ക്ഷീണം തീർത്ത് വിശ്രമിക്കാൻ ദൈവത്തെ പോലെ എനിക്കും ഈ ഒരു 7-ാം ദിവസം മാത്രമേയുള്ളൂ. പാതി നഷ്ടമായ ഉറക്കത്തോടെ ഞാൻ മൊബൈലിനായി ടേബിളിന് മുകളിൽ പരതി. സ്ക്രീനിൽ കണ്ടത് പേരില്ലാത്ത കുറേ അക്കങ്ങൾ മാത്രമായിരുന്നു. ശബ്ദം കുറച്ച് വീണ്ടും ഞാൻ ഫോൺ കട്ടിലേക്ക് ഇട്ടു. എപ്പോഴും വീട്ടിൽ നിന്ന് വിളിക്കുന്ന അമ്മയും വല്ലപ്പോഴും എന്തിനെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്ന ഓഫീസിലെ കൊളീഗ്സ് അല്ലാതെ ഒരു അർജന്റ് കോളും എന്നെ തേടി വരാനില്ല. പക്ഷേ മറുതിലേക്കുള്ളയാൾ വിടാൻ ഉദ്ദേശമില്ല. ഫോൺ പിന്നെയും നിലവിളിച്ചുകൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉറക്കം ഏതാണ്ട് പൂർണ്ണമായും യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. ആ ദേഷ്യത്തോടെയാണ് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തത്. അവിടെ നിന്നും ഒരു ഹലോ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ഹലോ, ആരാണ്? ആനന്ദല്ലേ? ഞാൻ മാത്യു ആണ്. പെട്ടെന്ന് എന്തോ നിലച്ച പോലെ ഞാൻ വാക്കുകൾക്ക് പരതി. ഓർമ്മയില്ലേ പഴയ MC കോളേജിലെ മാത്യു വർഗീസ്? അവനെ കൊണ്ട് അത്രയും പറയിക്കേണ്ടി വന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നി. ക്യാമ്പസിലെ ആദ്യ ദിവസമാണ് ഞാൻ അവനെ കണ്ടുമുട്ടുന്നത്, മാത്യുവിനെ. ആ കണ്ടുമുട്ടൽ പിന്നീടുള്ള വലിയൊരു സൗഹൃദത്തിൻ്റെ തുടക്കമാണെന്ന് അന്നേ ഞങ്ങൾക്കറിയാമായിരുന്നു. കോളേജ് ജീവിതം കഴിഞ്ഞിട്ടും റെഗുലറായി കോണ്ടാക്ട് വയ്ക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ ഏകദേശം 6 വർഷം മുമ്പ് ഇതുപോലൊരു ഞായറാഴ്ച ദിവസം ഇതോടെ എല്ലാം അവസാനിച്ചു. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം അവൻ്റെ ശബ്ദം പിന്നെ ഞാൻ ഇന്നാണ് ഇപ്പോഴാണ് കേൾക്കുന്നത്. പറയടാ, എന്തൊക്കെയുണ്ട്? എടാ, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ, കുറച്ച് സംസാരിക്കാനുണ്ട്. നീ എവിടെയാ? ഞാനിപ്പോ കൊച്ചിയിലുണ്ട്. നീ വൈകിട്ട് 3 മണിക്ക് സുഭാഷ് പാർക്കിലേക്ക് വാ. മെയിൻ ഗേറ്റിൽ ഞാനുണ്ടാവും. ഓക്കെടാ, ഞാൻ വരാം. പിന്നെ നീ ഇപ്പോ? അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. നിനക്ക് സുഖമാണോ? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? താമസം എവിടെയാണ്? ഈ വക ക്ലീശേ ചോദ്യങ്ങളൊന്നും അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും തിരിച്ച് ചിലത് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിന്നെ ഒന്ന് കാണണം, ചിലത് സംസാരിക്കാനുണ്ട്. എന്തായിരിക്കും അവൾക്ക് എന്നോട് സംസാരിക്കാനുണ്ടാവുക? ഇനി ഇത് അവളെ പറ്റി ആയിരിക്കുമോ? ഇല്ല, അതൊരു എഴുതി പൂർത്തിയാക്കിയ അധ്യായമാണ്. അതിലേക്ക് ഇനി വരികൾ കൂട്ടിച്ചേർക്കാൻ എനിക്കോ അവനോ കഴിയില്ല. പിന്നെ എന്തായിരിക്കും? ഏതായാലും 3 മണിവരെ കാത്തിരുന്നാൽ മതിയല്ലോ. ഇത്രയും കാലത്തിന് ശേഷം അവനെ കണ്ടുമുട്ടുന്ന ആ നിമിഷത്തെ എങ്ങനെയായിരിക്കും ഞാൻ നേരിടാൻ പോകുന്നത്? ഒന്നും അറിയില്ല. തയ്യാറെടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും പഴയ ക്യാമ്പസ് കോമ്പൗണ്ടിലൂടെ അവനോടൊപ്പം വീണ്ടും ഞാൻ നടന്നു. പേനകൾ കൊണ്ട് കോറിയിട്ട അടയാളങ്ങളിൽ ഓർമ്മകൾ പേറുന്ന ഡെസ്കുകൾ നിറഞ്ഞ ആ ക്ലാസ് മുറികളും റെഫർ ചെയ്യാനുള്ള ബുക്കിനേക്കാളേറെ MTയെയും ബഷീറിനെയും അന്വേഷിച്ചു പോയ ലൈബ്രറിയും, നാവിന് മാത്രമല്ല കോളേജ് ജീവിതത്തിന് മുഴുവൻ രുചി പകർന്ന ആ ക്യാൻറ്റീനിലും ഞങ്ങൾ ഒരുപാട് നേരം ചിലവഴിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അവിടെയൊന്നും ഞാൻ അവളെ തിരഞ്ഞില്ല. എൻ്റെ ഓർമ്മകളിൽ നിന്നും വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ വന്നു. കൃത്യം 3 മണിക്ക് തന്നെ സുഭാഷ് പാർക്കിൻ്റെ ഗേറ്റിന് മുന്നിൽ ഞാനെത്തി. പരിചയമുള്ളൊരു മുഖത്തിനായി ചുറ്റും കണ്ണോടിച്ചു. ഇല്ല, അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അല്ലെങ്കിലും മുമ്പ് അവനത് പതിവില്ലല്ലോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ ഞാൻ അവൻ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിച്ചു. ആ നമ്പർ നിലവിലില്ല. ആ മറുപടിയാണ് എനിക്ക് കിട്ടിയത്. വീണ്ടും ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എന്തായാലും അവൻ വരുമ്പോൾ വരട്ടെ. ഞാൻ അകത്ത് പോയിരുന്നു. സമയം പിന്നെയും കടന്നുപോയി. വരില്ലെന്നറിഞ്ഞിട്ടും അവനെ കാണാൻ ഞാൻ കാത്തിരുന്നു. ഒടുവിൽ സൂര്യനും വിട പറഞ്ഞകലാൻ നേരമായപ്പോൾ ഞാൻ എഴുന്നേറ്റു. എന്നാലും അവൻ എന്തായിരിക്കും എന്നോട്? നിമിഷ എന്ന് വിളിച്ചാലോ? യെസ്, നിമിഷ നാരായണൻ. അതെ, നിമിഷ നാരായണൻ. മാത്യുവിനും എനിക്കും ഇടയിലെ മൂന്നാവൾ. അങ്ങനെയാണ് എനിക്ക് അവളെ ഓർക്കാൻ ഇഷ്ടം.
ഞാൻ അവളുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. ആ എടാ നന്ദു, പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഇപ്പോ എവിടെയാണ്? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. നീ ഇപ്പോഴും എറണാകുളത്തല്ലയോ? അതെടി, ഞാൻ എറണാകുളത്ത് തന്നെയാണ്. പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുറെ കാലമായിട്ട് യാതൊരു വിവരവും ഇല്ലല്ലോ നിന്റെ. ബിസിയാണോ? എന്താ പരിപാടി? എടാ, ഞാൻ വിളിച്ചത് നമ്മുടെ മാത്യു ഒന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. വൈകിട്ട് കാണാമെന്നും പറഞ്ഞു. പക്ഷേ നന്ദു, നീ പിന്നെയും തുടങ്ങിയോ? എടാ അതല്ല. എടാ, നിങ്ങൾ തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ ഇപ്പൊ ഈ ലോകത്തില്ല. അവൻ നമ്മളെ എല്ലാരെയും വിട്ടുപോയെന്നുള്ള യാഥാർത്ഥ്യം നീ ഒന്ന് മനസ്സിലാക്കുക. അവന് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല. അതൊക്കെ നീ വെറുതെ നിന്റെ മനസ്സിലിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണ്. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നടക്കാതെ. അവന്റെ കൂടെയുള്ള കുറെ നല്ല ഓർമ്മകൾ നമുക്കില്ലയോ? ഇനി അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. യു ഷുഡ് മൂവ് ഓൺ. അതെ, അതാണ് സത്യം. അവൻ മാത്യു, അവൻ ഇനിയില്ല. ആ യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊണ്ടേ പറ്റൂ. പക്ഷേ അവനോട് എനിക്ക് പറയാൻ ബാക്കി വെച്ചത് ഇനി എങ്ങനെ പറയും? റൂമിൽ തിരിച്ചെത്തി നേരെ ഉറങ്ങാൻ കിടന്നു. നാളെ വീണ്ടും പതിവ് പോലെ ഓഫീസിലെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക്. ജോലി, ഭക്ഷണം, ഉറക്കം. ലൂപ്പ് കമാൻഡിൽപ്പെട്ട ഒരു പ്രോഗ്രാം കോഡ് പോലെ ഒരിക്കലും അവസാനിക്കാത്ത ആവർത്തനങ്ങൾ. എൻ്റെ കണ്ണുകൾ പതിയെ അടയാൻ തുടങ്ങി. അപ്പോഴാണ് വീണ്ടും ഒരു ഫോൺ ബെൽ മറ്റൊരു അൺനോൺ നമ്പറിൽ നിന്ന്. ഞാൻ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ. ഹലോ, ആനന്ദല്ലേ? ഞാൻ മാത്യു ആണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സരിക FM ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു.